ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എബി സ്റ്റാർ വ്ളോഗ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇങ്ങനെ വന്ന് ഞാൻ എൻ്റെ ഫിഷിനൊക്കെ ഇങ്ങനെ തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ വന്നിട്ട് കുറച്ച് നേരം അവരുടെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്പെൻഡ് ചെയ്യും. ആരെങ്കിലുമൊക്കെ ചത്തുപോയെന്നോ അതോ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കൂ കേട്ടോ. ഒരുപാട് മീനുകളുണ്ടായിരുന്നു, ഒക്കെ ചത്തുപോയി. ഇപ്പോൾ ആകെ ഒരു 5-6 മീനേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ഏഞ്ചലും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പൂവിടാനൊക്കെ നോക്കി കേട്ടോ. നമുക്ക് പൂവിടണമല്ലോ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇങ്ങനെ അകത്തിടണോ അത് മുറ്റത്തിടണോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുമായിരുന്നേ. അങ്ങനെ അകത്ത് പൂവൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ വന്ന് ഞാൻ ചായ കുടിക്കാനിരുന്നു കേട്ടോ. ചായക്ക് രാവിലെ പുട്ടും പഴവും മുട്ടയുണ്ടായിരുന്നു. കഴിഞ്ഞൊരു ഡെയിലി വ്ളോഗിൽ ഞാൻ പുട്ടും പഴമൊക്കെ തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. എന്നും ഇത് തന്നെയാണോ എന്ന് ചോദിക്കേണ്ട. എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ അധികവും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വേഗം പുട്ടും പഴമൊക്കെ വേഗം കുഴച്ച് കഴിച്ചിട്ട് ഞാൻ വേഗം റെഡിയാവാൻ നോക്കിയേ. കാരണം ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവിടേക്ക് പോകണം. അങ്ങനെ വേഗം റൂമിലെത്തി. ഇനി വേഗം കുളിച്ച് റെഡി ആവണം. അങ്ങനെ ഞാൻ തല നനച്ചില്ല, മേലൊക്കെ കഴുകി വന്ന് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചുരിദാറാണ്. എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. പിന്നെ എനിക്ക് ഡൗട്ടായി, ഷോൾ ഇങ്ങനെ ഇടണോ അതോ കഴുത്തിൽ കൂടെ ഇട്ടാൽ മതിയോ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ എന്തായാലും കഴുത്തിൽ കൂടെ തന്നെ ഇട്ടു. പിന്നെ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് പോവുകയാണ്, കാരണം ടൈം ഏകദേശം ആയിട്ടുണ്ട് ബസ്സിൻ്റെ. അപ്പോൾ ഞാൻ വേഗം പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അധികം വൈകാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ബസ് കിട്ടി. അങ്ങനെ ബസ് കയറി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ബസ്സായതുകൊണ്ട് ചെറിയ ബസ്സുമാണ്, വലിയ തിരക്കൊന്നുമില്ല. രാവിലെ തന്നെയാണല്ലോ, അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത്, സാധാരണ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ മഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. മഞ്ചേരി ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വണ്ടൂർ ബസ്സിനാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ഇവൻറ്റിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് വണ്ടൂരാണ്. അപ്പോൾ നമുക്ക് വണ്ടൂരിൽ നിന്ന് പോയി പിന്നെ വണ്ടൂർ എത്തിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഓട്ടോയിൽ പോകാൻ വിചാരിച്ചു. കാരണം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ ഓട്ടോ വിളിച്ച് പോകാമെന്ന് കരുതി. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അവളെയും കൂടി കൂട്ടിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ബസ്സിൽ വന്നപ്പോഴത്തേക്കും കണ്ടല്ലോ, ആകെ മുടിയൊക്കെ പാറി ഒരുമാതിരി ആയി. നമ്മൾ ഇറങ്ങുമ്പോൾ വല്ല അടിപൊളിയായിട്ട് ഇറങ്ങും, പക്ഷേ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ആകെ കോലം കെട്ടി ഒരുമാതിരി ലുക്കായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ എന്തെങ്കിലും അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഇറങ്ങണം എന്നൊക്കെ. പക്ഷെ എങ്ങനെ വന്നാലും ലാസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ട് ഇറങ്ങും. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവളെയും കൂടി ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടോ നിർത്തി. അങ്ങനെ അവളെ വിളിച്ച് അവളാകെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ ഇതെൻ്റെ ഫ്രണ്ട് മായ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളെയും കൂടി ചേർത്ത് ഞങ്ങൾ അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവളും തന്നെ പറയുന്നത് വണ്ടിയിൽ വന്നതിന് ശേഷം, ബസ്സിൽ വന്നതിന് ശേഷം മുടിയൊക്കെ പാറി ഭയങ്കരമായിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ അവളോട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ പോകാൻ കേട്ടോ. പിന്നെ നമ്മുടെ ഓട്ടോ ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിൽ എത്തി. ആദ്യമായിട്ടാണ് കേട്ടോ വിസ്മയുടെ വീട്ടിൽ പോകുന്നത്. വിസ്മയ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിസ്മയുടെ എൻഗേജ്മെൻ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അനിയനാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിരുന്നത്. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ എത്തിയതുകൊണ്ട് അവളുടെ കുറച്ച് റിലേറ്റീവ്സ് അല്ലാണ്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ റെഡിയായി വന്ന് ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ. കാരണം ചെക്കനൊക്കെ വരുന്നതിന് മുന്നേ അവളുടെ ഫാമിലിയുമായിട്ട് കൂട്ടിയിട്ട് ജസ്റ്റ് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെക്കനും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നാണ് അവൾക്ക് കല്യാണം റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അത്രയും ദൂരത്തു നിന്നാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിരുന്നു.
പിന്നെ അവരവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അവളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയി. അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പെട്ടെന്നായിരുന്നു എൻഗേജ്മെൻറ്റ് ശരിയായതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളുടെ കൂടെ നിന്ന് കുറച്ച് നേരം ചില്ല് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ച് ഞാനങ്ങനെ കുറച്ച് നേരം നിന്നു. മറ്റേത് പ്രവ്യാണ് കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് പ്രവ്യ. അവളുടെ മക്കളുമാണ്. അവൾക്ക് ചിരിക്കാനൊക്കെ ഭയങ്കര മടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ വളയിടിയിരിക്കാൻ ചടങ്ങായിരുന്നു. അപ്പോൾ വളയിട്ടു, പിന്നെ കേക്ക് കട്ട് ചെയ്തു, പിന്നെ സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഈ കൈനീട്ടി വാങ്ങുന്നത് ഞാനാണ് കേട്ടോ. എനിക്ക് തരാണ്ട് പോവല്ല, അങ്ങനെയാണ് എനിക്കും കൂടി താടി തന്നെ ഇങ്ങനെ കൈ നീട്ടി കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. അപ്പോൾ ഈ ഫോട്ടോസ് എടുക്കുന്നത്, ഈ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അവളുടെ ഈ ഔട്ട്ഫിറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ? ഓ, അത് ഭയങ്കര ഹെവി ആയിരുന്നു. ഒരാളിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണമായിരുന്നു. അതിനുള്ള കുട്ടിയാണ് ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ പുറകിൽ നിന്നുണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണീൻ്റെ കൂടെ ഫ്രൈഡ് ചിക്കനും ഉണ്ടായിരുന്നു, പിന്നെ സാലഡും അച്ചാറും ഇതൊക്കെ തന്നെയായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം ഒന്നാമത് നേരം വൈകിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. അവളുടെ കൂടെ നിന്നും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അവരുടെ കുറച്ച് 2 ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മിഠായി കൊടുക്കുന്നതും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിഠായി ഷെയർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള 1-2 ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്. ഇപ്പം കണ്ടില്ലേ, രാവിലെ പോയപ്പോൾ ഐശ്വര്യ എന്ന് പറയുന്നില്ല എങ്കിലും ഇപ്പോൾ വസന്തിയായോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോലം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതും. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അവളെനിക്കൊരു ടാറ്റൊക്കെ തന്ന് അങ്ങനെ അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലെത്തിപ്പിക്കും ആകെ ക്ഷീണിച്ചിരുന്നു. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ കോലം, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്.